ഏജന്റ് ടെക് ടിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് എങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാണ്ട് നമ്മുടെ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് അതേ ക്വാളിറ്റിയിൽ തന്നെ എങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വാട്സപ്പിൽ ഹൈ ക്വാളിറ്റി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ റെസൊല്യൂഷൻ, അതിൻ്റെ ഫയൽ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. നോർമൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ വാട്സപ്പ് അതിൻ്റെ ഫയൽ സൈസ് കുറയ്ക്കാൻ വേണ്ടി കംപ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്വാളിറ്റിയും അതിനോടൊപ്പം നഷ്ടപ്പെടും. വാട്സപ്പ് കംപ്രസ് ചെയ്തതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ഫോട്ടോസ് ക്രോപ്പ് ചെയ്ത് അതിൻ്റെ സൈസിലേക്ക് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് ആ ഫയൽസ് കംപ്രസ് ചെയ്യില്ല. അപ്പോൾ ക്വാളിറ്റിയും നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സൈസ് എത്രയാണ് വേണ്ടത്, റെസൊല്യൂഷൻ എത്രയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷൻ ഏതാണ് അതും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് നോക്കാം. ഫോണിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എടുക്കേണ്ടത്. അപ്പം ഗാലറി ഓപ്പൺ ചെയ്യാം. നമുക്ക് വേണ്ട ഒരു ഫോട്ടോ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോയാണ് തൽക്കാലം വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ക്വാളിറ്റി ലോസ് ആവുന്നുണ്ടോ ഇല്ല കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ അതൊരു ഫോട്ടോയും ഉണ്ട്, കുറച്ച് ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടെക്സ്റ്റിലാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പം ഇത് ഇപ്പോൾ ഉള്ള ഫയൽ സൈസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, ഡീറ്റെയിൽസ് നോക്കാം. 1 MB ആണ് ഫയൽ സൈസ് ഉള്ളത്. അപ്പോൾ ഈ 1 MB ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് എന്തായാലും നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കുറയ്ക്കും. 200 KB താഴേക്ക് മാറ്റും. അപ്പം നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളിപ്പം ആദ്യം ഇതൊന്ന് ക്രോപ്പ് ചെയ്ത് മുകളിലും താഴെ കുറച്ച് ബ്ലാക്ക് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൂം ചെയ്ത് വെക്കുകയോ, ഞാൻ ഉപയോഗിക്കുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെക്കുക, എന്നിട്ട് ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുമ്പോൾ ആ ഒരു സൈസിൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് കിട്ടി. അത് ഡയറക്റ്റ് നമ്മൾ ഷെയർ ചെയ്യും. നമ്മൾ കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യും. ഞാനിപ്പോൾ ലിറ്റ് ഫോട്ടോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മളിത് കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ക്രോപ്പ് ചെയ്യാനും കംപ്രസ് ചെയ്യാനൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലിറ്റ് ഫോട്ടോ എന്ന് സെർച്ച് ചെയ്താലും ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പോൾ ലിറ്റ് ഫോട്ടോ നമ്മൾ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ കംപ്രസ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, സൈസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ 200 KB ആണ് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിന് സേഫ് ആയിട്ടുള്ള ഫയൽ സൈസ് എന്ന് പറയുന്നത് 200 KB ആണ്. നമ്മൾ വീഡിയോയ്ക്കൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോയ്ക്കുള്ള ഫയൽ സൈസ് എന്ന് പറയുന്നത് 200 KB ആണ്. അപ്പോൾ നമ്മൾ സേഫായിട്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു 150 KB സൈസിലേക്ക് കംപ്രസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കംപ്രസിങ് കൊടുക്കുക. മെയിൻറ്റെയിൻ റെസൊല്യൂഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ റെസൊല്യൂഷൻ ചേഞ്ച് ആവാണ്ട് തന്നെ ആ ഒരു സെയിം റെസൊല്യൂഷനിൽ തന്നെ നമുക്ക് ഫയൽ സൈസ് കുറച്ച് കിട്ടും. അപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ ഓൾറെഡി നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തവിടെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ റെസൊല്യൂഷൻ എന്താണോ ആ റെസൊല്യൂഷനിലേക്ക് ഇത് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി അതിൽ തന്നെ നമുക്ക് കുറച്ച് ഫയൽ സൈസ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കംപ്രഷൻ കൂടി ആകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു കംപ്രസിങ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കംപ്രസിങ് കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. 1.0 MB ഉണ്ടായിരുന്ന ഫയൽ 185 KB നമുക്ക് കംപ്രസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് മൈ സ്റ്റാറ്റസ് കൊടുത്തു നമുക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യാം. നമുക്ക് വേണ്ട ക്യാപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഡയറക്റ്റ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഷെയർ ആവും. നമുക്കിനി അതിനുശേഷം വാട്സപ്പ് സ്റ്റാറ്റസിൽ പോയി നോക്കാം. അപ്പോൾ അവിടെ എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം, റിസൾട്ട് എങ്ങനെ വന്നിട്ടുണ്ട്, അധികം കംപ്രഷൻ വന്നിട്ടുണ്ടോ, ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നോർമൽ രീതിയിൽ ആ ഫോട്ടോ വാട്സപ്പിൽ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി വരുന്നതെന്ന് കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് ക്വാളിറ്റി വ്യത്യാസം ഉള്ളതെന്നുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ള ക്വാളിറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ 2 റിസൾട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് ഇങ്ങനെ മാറ്റി നോക്കിയാൽ കാണാം, ഒന്നിൽ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്, ഒന്നിലധികം ക്വാളിറ്റി കുറഞ്ഞിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ആയത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 200 KB സൈസ് താഴെയാണെന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വാട്സപ്പാണ് കംപ്രസ് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റി അനുസരിച്ച് കുറയും. അതിന് പകരം നമ്മൾ തന്നെ ക്രോപ്പ് ചെയ്തിട്ട് സൈസും സെറ്റാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ വാട്സപ്പ് അത് കംപ്രസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ ആ ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസ് എല്ലാം ഹൈ ക്വാളിറ്റി തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം ഹൈ ക്വാളിറ്റിയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതിന് വേണ്ടിയുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. കാർഡ് ഇവിടെ മുകളിൽ വരും. അതുപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. 2 സ്ഥലത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ക്വാളിറ്റി കുറയില്ല. അപ്പം നിങ്ങളോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കും ഇതെങ്ങനെ ഹൈ ക്വാളിറ്റിയിൽ ഈ ഒരു ഫോട്ടോസ് എങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഇഷ്ടം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഹൈ ക്വാളിറ്റിയിൽ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഫോട്ടോസായിട്ട് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.